ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ്. നമ്മൾ മാത്രമല്ല പോകുന്നത്, കൃഷ്ണ ചേച്ചി, സിദ്ധുവേട്ടൻ എല്ലാവരും ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരു മെമ്പറും കൂടെ ഉണ്ട്, ഋതു. അവനെ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. അവൻ ജനിച്ച ആ ഒരു സമയത്താണ് ഞാൻ ദുബായിക്ക് പോയത്. അതുകൊണ്ട് അവനെ കണ്ടതിലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഊണായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ. ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവനാണെങ്കിലും ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. അവനങ്ങനെ വാശിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എത്തി. പക്ഷേ 3 മണിക്കുണ്ടായിരുന്ന ട്രെയിൻ ഒരു 3:30 കഴിഞ്ഞാണ് എത്തിയത് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി സെറ്റാക്കി നമ്മൾ നമ്മുടെ ബാഗിൽ വെച്ച് നമ്മൾ നമ്മുടെ ട്രെയിനിലേക്ക് കയറി. അവനാണെങ്കിലും പാസഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര സിങ്കായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തിരിക്കുന്നവരൊക്കെ ആയിട്ട് അവൻ പെട്ടെന്ന് ഭയങ്കര കമ്പനിയായി. നല്ല രസമായിരുന്നു പോയിക്കൊണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന്, ശരിക്കും നമ്മുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ എവിടെയെങ്കിലും പോകാൻ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമല്ലേ. അങ്ങനെയുള്ള 2 പേര്, നമ്മുടെ സുഖത്തിലും സങ്കടത്തിലും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന 2 പേരാണ് ഇവർ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശപ്പൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമ്മളധികം പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് ഒരുപാട് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വേഗം പോകുന്നു. പിന്നെ കഴിക്കാൻ ജ്യോതിയമ്മ ചപ്പാത്തി മുട്ടക്കറിയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ കിടന്ന് നന്നായി ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം നമ്മളങ്ങനെ കുറേ ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു, വരണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്കിത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മളോടൊന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ സഞ്ചാരി ട്രാവൽസ് എന്ന് പറഞ്ഞവരായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ കാറ് അപ്പോഴേക്കും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഒലീവ് മിറ എന്നുള്ളതാണ്. നമ്മൾ ഒരു പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് റൂമെല്ലാം കിട്ടി. നമ്മളിനി റെസ്റ്റ് എടുക്കുകയാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും പുറത്തിറങ്ങിയാൽ മതില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ റൂമിൽ സ്റ്റേ ആയി. പിന്നെ അതിന് ശേഷം നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മളിവിടെ ഗോവയിൽ എത്തിയ വരെ ഉള്ളതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ടിടാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.